ഇന്നത്തെ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന സൂരജാണ് കേട്ടോ. അപ്പോൾ സൂരജ് ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോൾ കേക്ക് വാങ്ങിച്ചാലും എൻ്റെ കയ്യിൽ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ, അതിൽ ഒട്ടും തന്നെ കളർ ചേർക്കേണ്ടെന്നാണ് കേട്ടോ. ചിലർക്ക് ഒട്ടും തന്നെ കളർ ചേർക്കുന്ന ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ അത് ഒരു കണക്കിന് നല്ലതാണ്. കളർ അധികം നമ്മുടെ വയറ്റിൽ പോകണം നല്ലതല്ലല്ലോ. പിന്നെ നമ്മൾ ചില കേക്കൊക്കെ കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ ചേർക്കാറ്. അപ്പോൾ സൂരജ് എപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ പോലും തന്നെ ഒരു തുള്ളി കളർ ഇല്ലാത്തൊരു ഫ്ലേവറാണ് കേട്ടോ എടുക്കാറ്. ഒന്നെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതായിരിക്കും കൂടുതൽ എടുക്കുക. അപ്പോൾ ഇന്നും വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 kg വരുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ് എടുത്തത്. അങ്ങനെ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് നമ്മൾ ഫില്ലിങ്സിനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കുറച്ച് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ പുറത്ത് നമ്മൾ ഗനാഷ് വെച്ച് കുറച്ചൊന്ന് ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റോസറ്റയുടെ നോസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് നേരത്തെ തന്നെ എൻ്റെ ഒരു കേക്കിൻ്റെ റെഫറൻസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അതുപോലെ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ മാറ്റർ മാറ്റി ആളെ മാറ്റാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ആയതിൻ്റെ തന്നെ ഒരു ക്യൂട്ട് ഗേളിൻ്റെ പിക്ചറാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ വെച്ചിട്ടുണ്ട്. റൈറ്റിങ്സും ഞാൻ പ്രിൻ്റ് എടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു റിബണിൻ്റെ അകത്താണ് അത് സെറ്റ് ചെയ്തത്. പക്ഷേ അത് ഈ കേക്കിൻ്റെ അകത്ത് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ആ റൈറ്റിങ്സ് മാത്രം ഞങ്ങൾ വെട്ടിയെടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് റെഡ് ബീഡ്സ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനുള്ളൊരു ഭംഗിക്കാണ്. വൈറ്റിൽ റെഡ് വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.